السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവൽ മാസം എന്തുകൊണ്ട് മൗലിദ് ഓതാനും മദ്ഹ് പാടാനും ഏറ്റവും അനുയോജ്യമായ മാസമാണ്. അതുകൊണ്ട് ആരെങ്കിലും മൗലിദ് ഓതാൻ പാടില്ല, മദ്ഹ് പാടാൻ പാടില്ല, അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. അവർക്ക് ഞങ്ങൾ 1000 കുതിരശക്തിയോട് വെല്ലുവിളിക്കുന്നു. അവർക്ക് ഞങ്ങൾ സുന്നികളായ ഞങ്ങൾ മറുപടിയുടെ തിരമാലകൾ തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ ചീഞ്ഞു നാറിയ ആശയം അറബി കടലിലേക്ക് എറിയാൻ പോവുകയാണ്. സമയം വൈകിക്കുന്നില്ല, ചോദ്യോത്തര സെക്ഷനിലേക്ക് കടക്കുകയാണ്. മൗലവിമാർക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും മുസ്ലിയാരെ, ഞങ്ങൾ കുറെ തക്ബീറുകൾ കേട്ടിയേക്കാം. പാവപ്പെട്ട ജനങ്ങൾക്ക് കബളിപ്പിച്ച് അവർക്ക് ഇസ്ലാമിൽ ഇല്ലാത്തത് അവരുടെ മൈൻഡിൽ ബ്രെയിൻ വാഷ് ചെയ്ത് പറയിപ്പിച്ചിരുത്തല്ലേ നിങ്ങളുടെ പണി. ഇന്ന് നിങ്ങളെ വെള്ളം കുടിപ്പിച്ച് സമൂഹത്തോട് മാപ്പ് പറയിപ്പിച്ച് ഞങ്ങൾ മടങ്ങോ? അത് കണ്ടു കേട്ടോൾ മുസ്ലിയാരെ. ചോദ്യം തുടങ്ങുന്നു. ഇതാ ഒന്നാമത്തെ ചോദ്യമാണ്. മുസ്ലിയാരെ മനസ്സിലാക്കണം, നബി തങ്ങളുടെ കാലത്ത് മൗലീദ് ആഘോഷം നടന്നിട്ടുണ്ടോ? സ്വഹാബികൾ ആഘോഷിച്ചതിന് തെളിവുണ്ടോ? ഇതിന്നോൾ മുസ്ലിയാക്കന്മാർ സ്വന്തമായി ഉണ്ടാക്കിയതല്ലേ? മുസ്ലിയാരെ നിങ്ങൾ മറുപടി പറയുക. നല്ല ചോദ്യം. സലഫികളുടെ ഓഫീസിൽ നിന്ന് കൊടുത്തേച്ച് ചീട്ട് വായിച്ചതിൽ വന്നതിൽ ഖേദമുണ്ടോ? ഇതാ മൗലൈമാരെ മറുപടി പറയാൻ പോവുകയാണ്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു പ്രമുഖരായ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു. ആ സ്വഹാബി തന്റെ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരുടെ മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം മദ്ഹും മൗലീദും പാടുമായിരുന്നു. അതിൽ സ്വഹാബികളെല്ലാം സന്തോഷം കൊള്ളുമായിരുന്നു. മാത്രമല്ല, നബി തങ്ങളുടെ മദ്ഹ് പാടാൻ കൂടിയതിന്റെ പേരിൽ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തു എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മനസ്സിലാകുന്നത് സ്വഹാബികളെല്ലാവരും മൗലിദ് ഓതിയവരാണ്. അവർ ആരും പറയാത്ത ശിർക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങളാ മൗലൈമാരെ ഈ കൂടിയ പാവപ്പെട്ട ജനങ്ങളുടെ ഈമാൻ വസ്വാസ് ഉണ്ടാക്കി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ കപട തന്ത്രങ്ങളും നാം പൊളിക്കുക തന്നെ ചെയ്യും. ഓ മുസ്ലിയാരെ, തടിയൂറാൻ നോക്കണ്ട. ഞങ്ങൾ ചോദിക്കുന്നത് മൗലീദ് ഓതാൻ നബിത്തങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? നബിത്തങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് വല്ല തെളിയും ഉണ്ടോ? ചോദ്യത്തിന് ഉത്തരം പറയുക. ചോദ്യം വ്യക്തമായ ഉത്തരം പറയാതെ മുസ്ലിയാർ മടങ്ങും എന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങളെ വിടുകയേ ഇല്ല. പ്രിയപ്പെട്ട സഹോദര, വഹാബിസം തലക്ക് പിടിച്ചതുപോലെ സംസാരിക്കുന്നതിൽ വലിയ ഖേദമുണ്ട്. എന്റെ സ്വഹാബികൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബികൾ നക്ഷത്രം പോലെയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും. മുസ്ലിയാർ വീണ്ടും സലാമത്താകാൻ ശ്രമിക്കുന്നു. ഞാൻ ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗലീദ് ഓതാൻ സമ്മതം കൊടുത്തിട്ടുണ്ടോ? അതിന് നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ എന്ന. തെളിവുണ്ടെങ്കിൽ പറയണം. ഇല്ല എന്ന് നമുക്കറിയാം. നിങ്ങൾ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച് നിർത്തി അവരോട് ശിർക്ക് ചെയ്യിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അതല്ലാതെ നിങ്ങൾ വിടൂല. നിങ്ങളെ കെട്ടിയിടുക തന്നെ ചെയ്യും. ഞങ്ങൾ മറുപടി വ്യക്തമായി പറയുമ്പോൾ കേൾക്കാതെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് സുന്നികളുടെ മേൽ കുതിര കയറുന്ന ഞങ്ങൾ ഇന്ന് നിർത്തും. ഇതാ ഞങ്ങളുടെ മറുപടി കേട്ട് തലത്തിരിഞ്ഞ് നിലത്തേക്ക് വീഴാതെ നേരെ നിൽക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. ഇതാ പിടിച്ചോളൂ നിങ്ങൾക്കുള്ള ചുട്ട മറുപടി. മസ്ജിദുൻ നബവിയായ മദീന പള്ളിയിൽ ഒരു ദിവസം സ്വഹാബികൾ ഒരുമിച്ച് കൂടുമായിരുന്നു. ആ കൂട്ടത്തിൽ അസ്ഹാബുൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് നബി തങ്ങളെ കുറിച്ച് പാടാൻ തുടങ്ങി. വഅഹ്സനു മിൻക ലം തറകത ഐനി വഅജ്മലു മിൻക ലം തലിദ നിശാ ഖുലികത മുബറഹും മിൻ കുല്ലി ഐബിൻ ഖാനക ഖദ് ഖുലികത കമാ തശാ. ഈ ബൈത്തിൽ പറയുന്നത് നബി തങ്ങളുടെ മൗലിദാണ്. അത് നബി തങ്ങൾക്ക് മാത്രമുള്ള മൗലിദാണ്. ഇത് പാടിയത് കേട്ടപ്പോൾ അസ്ഹാബുൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ വിളിച്ച് ഷാൽ അണയിച്ച് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് സിർക്കാനോ പുർക്കാനോ എന്ന് പറഞ്ഞില്ല.
മൗലീദ് ഓതാൻ സമ്മതം കൊടുക്കുകയാണ് ചെയ്തത്. ഓ മൗലവി പാദ്രികളെ, അവസാനം ഒരു കാര്യം കൂടി പറയട്ടെ. സലഫികൾ നേതാവ് എന്ന് പറയുന്ന സുന്നികൾ അംഗീകരിക്കാത്ത എല്ലാ നൂതന ആശയക്കാരും അഹ്ലു സുന്നയുടെ 4 മസ്ഹബിന്റെ ഇമാമിനേക്കാൾ വലിയ പണ്ഡിതൻ എന്നും സ്വയം ആഘോഷിക്കുന്ന ഇബ്നു തൈമിയ എന്ന ആൾ അവരുടെ കിതാബിൽ തന്നെ മൗലിദിനെ കുറിച്ച് വിവരിക്കുന്നു. ഫതഅലീമുൽ മൗലിദ വതികാസും മൗസിമ, ആരംഭപ്പുവായ റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കൽ, അതിനെ ഒരു ആഘോഷമാക്കൽ. ഖദ് യഫ്ലഹു ബഅലൻ നാസ്, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. വയകൂന ലഹു ഫീ അജ്റൻ അലീം, അതിൽ അവനിക്ക് വമ്പിച്ച ഭയങ്കരമായ പ്രതിഫലം ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ലി ഉസ്നി ഖസ്ദിഹി, അവന്റെ ഉദ്ദേശം നല്ലതായത് കൊണ്ട്. അള്ളാഹുവിനെ റസൂലിനെ ബഹുമാനിക്കലും അതിലുണ്ട്. അതുകൊണ്ട് ആഘോഷിക്കലും ബഹുമാനിക്കലും പ്രതിഫലം ഉണ്ട് എന്നാണ് സലഫി നേതാവ് പറയുന്നത്. എന്നിട്ട് അവർ ശിർക്കാണ് എന്നോ നരകത്തിൽ പോകും എന്നോ പാടില്ലാത്തതാണ് എന്നോ പറഞ്ഞിട്ടേ ഇല്ല. അതെല്ലാം ഇന്നത്തെ ഇബ്ലീസിന്റെ അനന്തരക്കാരായ സലഫികൾ സ്വയം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് പാടിക്കോ. تطلع بيننا بل واشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي. شكرا. السلام عليكم.